ധർമ്മസ്ഥലയിൽ മുൻ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവു ചെയ്യുന്നത് കണ്ടുവെന്ന വാദവുമായി കൂടുതൽ പേർ രംഗത്തെത്തി. പ്രദേശവാസികളായ 6 പേർ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചു എന്നാണ് സൂചന. സ്പോട്ടുകൾ കാട്ടിത്തരാം എന്ന് ഇവരും അറിയിച്ചു. അതേസമയം ധർമ്മസ്ഥലയിൽ പരിശോധനയുടെ ഭാഗമായി അതിന്റെ പുരോഗതി വിലയിരുത്താൻ ബൽത്തങ്ങടിയിൽ SIT യോഗം ചേർന്നു. 8ാം ദിവസത്തെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ പരിശോധന അവസാനിപ്പിച്ചു എന്ന വാർത്ത മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. റഹീസിലേക്ക് തത്സമയം പോകുന്നു. റഹീസ്, 8ാം ദിവസത്തെ പരിശോധന പൂർത്തിയാകുമ്പോൾ ഒന്നും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൂടുതൽ ആളുകൾ SITയെ സമീപിച്ചിരിക്കുന്നു എന്നത് മറ്റൊരു പ്രതീക്ഷ പകരുന്ന കാര്യമാണ്. കാരണം ഈ ശുചീകരണ തൊഴിലാളി അവിടെ മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടു എന്നാണ് ഇവരുടെ അവകാശവാദം. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുണ്ടോ? ഒപ്പം തന്നെ SIT യോഗം അതിലെന്താണെന്ന് ചർച്ചയായത്? പ്രജിൻ, ഈ ആദ്യഘട്ട പരിശോധന, അതായത് ആദ്യഘട്ടത്തിൽ 13 സ്പോട്ടുകളാണ് ശുചീകരണ തൊഴിലാളി കാട്ടിക്കൊടുത്തത്. അവിടെയുള്ള പരിശോധന ഏതാണ്ട് ഇന്ന് അവസാനിക്കുമെന്നിരിക്കെയാണ് പുതിയ വെളിപ്പെടുത്തലുകളുമായി, അല്ലെങ്കിൽ അത്തരത്തിൽ സാക്ഷി ഇത് കണ്ടു എന്നതിനെ സാധൂകരിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് 6 പേർ SITയെ സമീപിച്ചിരിക്കുന്നത്. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ സാക്ഷി 1998 മുതൽ 2014 ഇടയിൽ പലയിടങ്ങളിൽ മൃതദേഹം മറവ് ചെയ്തത് തങ്ങൾ കണ്ടു എന്നാണ് ഈ 6 പേർ SIT സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആവശ്യം ഉണ്ടെങ്കിൽ തങ്ങൾ തന്നെ ഈ സ്പോട്ടുകൾ കാട്ടിത്തരാമെന്നും പരിശോധനയ്ക്ക് തങ്ങൾ ഒപ്പമുണ്ടാകുമെന്നും കൂടി ഇവർ SIT അറിയിച്ചിട്ടുണ്ട്. നിലവിൽ SIT സംഘം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. വിശദമായിട്ടുള്ള മൊഴിയെടുത്തതിനു ശേഷം അത് പഠിച്ച് ധർമ്മസ്ഥലയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിൽ കൂടുതൽ പേർ രംഗത്തെത്തി ഈ അന്വേഷണവുമായി പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ട് എന്നതാണ് ഏറ്റവും പുതിയ ഇന്നത്തെ ഒരു ട്വിസ്റ്റ്. അതിൽ 6 പേരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ശുചീകരണ തൊഴിലാളി പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയ ആൾ അവിടെ മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നത് കണ്ടു. ആ സ്പോട്ടുകൾ കാട്ടിത്തരാമെന്ന് കൂടി അവർ പറയുന്നുണ്ട്. റഹീസ്, തുടരാം. ഇന്ന് രാവിലെ SIT സംഘം നേരിട്ട് സ്പോട്ടിലേക്ക് എത്തുകയല്ല ചെയ്തത്. മറിച്ച് ബൽത്തങ്ങാടിയിലെ SIT ഓഫീസിൽ വെച്ച് DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി കൃത്യമായി വിലയിരുത്തി. ഈ കണ്ടെടുത്ത അസ്ഥികൾ, 2 സ്പോട്ടിൽ നിന്ന് അസ്ഥികൾ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചർച്ച അവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ ഫോറൻസിക് പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയും അവിടെ വെച്ച് ചർച്ച ചെയ്തു. അതിന് പിന്നാലെയാണ് 13ാം സ്പോട്ടിലേക്ക് പരിശോധന കടക്കും. അതായത് ആദ്യഘട്ടത്തിലെ അവസാന സ്പോട്ടിലേക്ക് പരിശോധന കടക്കും എന്നാണ് കരുതിയിരുന്നതെങ്കിലും ഇന്ന് 11ാം സ്പോട്ടിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശം, അതായത് 2 ദിവസം മുൻപ് അസ്ഥികൾ കണ്ടെത്തിയ ആ പ്രദേശത്തേക്ക് തന്നെ കുഴിച്ചു പരിശോധനയുമായി SIT മുന്നോട്ട് പോയി. ഏതാണ്ട് 3 മണിക്കൂറോളം ഇവിടെ പരിശോധിച്ചെങ്കിലും കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇനി ഒരു യോഗം കൂടി SITയുടെ ഓഫീസിൽ ഇപ്പോൾ ചേരുന്നുണ്ട്. DGP നിലവിൽ ഇപ്പോൾ ബൽത്തങ്ങാടിയിലുണ്ട്. അതിന് പിന്നാലെ ഇനി നാളെ എവിടെ പരിശോധിക്കുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. SITയെ സംബന്ധിച്ചിടത്തോളം അധികം അസ്ഥികൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് തുഴയ്ക്കുന്ന ഒന്നാണ്. പക്ഷേ അവസാന ഘട്ടത്തിലും കൂടുതൽ ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ എത്തുന്നുണ്ട്, ഈ ശുചീകരണ തൊഴിലാളിയെ പിന്തുണച്ചുകൊണ്ട് എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതും ഗൗരവത്തിലെടുക്കേണ്ടി വരും. മാത്രമല്ല, ഈ 13 സ്പോട്ടുകളല്ല, അദ്ദേഹം നിരവധി സ്ഥലങ്ങളിലായി വിവിധ സ്പോട്ടുകൾ ഇനിയും കാട്ടിക്കൊടുക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പരിശോധന ഇതുപോലെ തന്നെ നീളാനാണ് സാധ്യത. അത് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ നാളെ കൊണ്ട് പരിശോധന അവസാനിക്കും എന്നാണ് കരുതുന്നത്. പ്രജൻ, മുഹമ്മദ് റഹീസാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.